ജനകീയ തെരച്ചിലിനായി പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് ഇന്ന് ദുരന്ത ഭൂമിയിലെത്തിയത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. എന്നാൽ വന്നവർക്കൊക്കെയും നെഞ്ചുപൊള്ളുന്ന ഓർമ്മകളുണ്ട്. ബന്ധുക്കളുടെയും അയൽവാസികളുടെയും വിയോഗമാണ് അവരെ തളർത്തുന്നത്. 13-ാം നാൾ അവർ അവിടേക്ക് മടങ്ങിയെത്തി. അർദ്ധരാത്രി ഒലിച്ചു വന്നൊരുരുൾ എല്ലാം തകർത്തെറിഞ്ഞ സ്വന്തം മണ്ണിലേക്ക്. പ്രിയപ്പെട്ടതൊന്നും ബാക്കിയില്ല, എല്ലാം മണ്ണെടുത്തു കഴിഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. സ്വന്തം കൺമുന്നിൽ വെച്ചാണ് ബന്ധുജനങ്ങളെയും അയൽക്കാരെയും മരണം കൈപിടിച്ചു കൊണ്ടുപോയത്. ഇവിടെ വന്നിട്ടാണ് അവർ വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. ഇവിടെ ആയിരുന്നു അവരത് വാതിലുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് വെപ്രാളത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരുമുണ്ട്. പക്ഷേ ആ രാത്രി അവർക്കത്രമേൽ ഭീതിതമായിരുന്നു. ഒരു നാട് മുഴുവൻ ഇല്ലാതാവുന്നതിന് ദൃക്സാക്ഷികളാവേണ്ടി വന്ന മനുഷ്യർ. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ വഴിയിലൊക്കെ ചെളിവെള്ളം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ റോട്ടിലേക്ക് ഓടി രക്ഷപ്പെടാന്ന് ഓർത്തിട്ടാ ഓടിയെ. പ്രിയജനങ്ങളൊന്നും അവശേഷിക്കാത്ത ഈ മണ്ണിലേക്ക് ഇനി ഒരു തിരിച്ചുവരവിന് ഇവർക്കും താല്പര്യമില്ല. വീട് പോയി, കുടുംബം പോയി, അമ്മ പോയി, ഏട്ടൻ പോയി, ചേച്ചി പോയി, എല്ലാവരും നഷ്ടപ്പെട്ടു. ഞങ്ങളെ കൂട്ടുകാരന്മാർ പോയി, എല്ലാവരും പോയി. ഇനി ഞങ്ങൾ ഒരു കാരണവശാലും ഈ ഭാഗത്തോട്ട് ഞങ്ങൾക്ക് വരാൻ വരൂല. ഇനി ഇവർക്ക് മുന്നിൽ അതിജീവനത്തിന്റെ പുതുവഴിയാണ്. നെഞ്ചുപൊള്ളുന്ന ഓർമ്മകളാണ് അതിന് കരുത്ത് പകരുക. ഷിജിത് കണ്ണവനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, വയനാട്.